യൂണിയൻ ബജറ്റ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു. കേന്ദ്രത്തിന്റെ വളർച്ചാ നിരക്കിൽ സാമ്പത്തിക സർവേ റിപ്പോർട്ടിലുള്ളത് ഇടിവ് സംഭവിക്കുമെന്നാണ്. നടപ്പ് സാമ്പത്തിക വർഷം 6.4% കുറയും സാമ്പത്തിക വളർച്ചാ നിരക്ക് എന്നാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ട് പറയുന്നത്. അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സുസ്ഥിര വികസനം നടപ്പാക്കുന്നതിൽ കേരളം മാതൃകയായി എന്നും സർവേയിൽ അഭിനന്ദിക്കുന്നുണ്ട്. അത് ഏത് രീതിയിലായിരിക്കും ഇനി ബജറ്റിൽ പ്രതിഫലിക്കുക എന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്. കേരളത്തെ പുകഴ്ത്തി ഒടുവിൽ ബജറ്റിൽ കേരളത്തെ തഴയുന്ന ഒരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമോ എന്ന ബജറ്റിൽ നോക്കി കാണേണ്ടതുണ്ട്. വളരെയധികം പ്രതീക്ഷയർപ്പിക്കുന്നുണ്ട് കേരളം യൂണിയൻ ബജറ്റിൽ. വിഴിഞ്ഞം, വയനാട് പുനരധിവാസം, എയിംസ്, അങ്ങനെ കാലാകാലങ്ങളായി സംസ്ഥാനം ആവശ്യപ്പെടുന്ന നിരവധി പദ്ധതികൾക്ക് കാത്തു കഴിയുക തന്നെയാണ് ഇപ്പോഴും സംസ്ഥാനം. അത് ഏത് രീതിയിലായിരിക്കും കേന്ദ്ര ബജറ്റിൽ ഉൾക്കൊള്ളിക്കുക എന്നതാണ് നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത്. CB ജോസഫുണ്ട് ദില്ലിയിൽ നിന്നും. വിനീഷ, രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. പ്രധാനമായും കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളും ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ വികസന പദ്ധതികളെല്ലാം തന്നെയും അക്കമിട്ട് നിർത്തിക്കൊണ്ട് ഒരു വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമു നടത്തിയതെന്ന് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബി ജെ പി സർക്കാരിൻ്റെ ലക്ഷ്യങ്ങൾ ഇതെല്ലാം തന്നെയും യാഥാർത്ഥ്യമാക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. വഖഫ് ഭേദഗതി ബിൽ അടക്കമെല്ലാം തന്നെയും അവതരിപ്പിക്കാനായതും വലിയ നേട്ടമായി അത് ഈ രാഷ്ട്രപതി എടുത്തു കാണിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് പറഞ്ഞത് 2047 വികസിത രാജ്യമായി ഇന്ത്യയെ മാറ്റുന്നത് ലക്ഷ്യമിട്ടുള്ള ഒരു ബജറ്റായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്നും നരേന്ദ്രമോദി അവകാശപ്പെട്ടു. ജഗദീപ് ധൻഖർ, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ അദ്ദേഹവും പാർലമെന്റിനെ ഇന്ന് അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അദ്ദേഹം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ വാനോളം പുകഴ്ത്തി സംസാരിക്കുമ്പോൾ എല്ലാ നിലയും മണിപ്പൂർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ പ്രതിപക്ഷ എംപിമാരുടെ എല്ലാം തന്നെയും ഒരു ബഹളവും പ്രതിഷേധവും ഉണ്ടായി. അതോടൊപ്പം തന്നെ ഈ കുംഭമേളയിലെ അപകടം ചൂണ്ടിക്കാട്ടിക്കൊണ്ടും പ്രതിപക്ഷം ആ സമയത്ത് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. എന്തായാലും അതിനുശേഷം ഈ ദ്രൗപദി മുർമുവിൻ്റെ എല്ലാം തന്നെയും നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം സാമ്പത്തിക സർവേ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയുടെ മേശപ്പുറത്ത് വെച്ചു. ഈ സാമ്പത്തിക സർവേയിൽ പ്രധാനമായും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണെന്ന് വ്യക്തമാക്കുന്ന ഒരു സാമ്പത്തിക സർവേ തന്നെയാണ് എന്ന് വിലയിരുത്തേണ്ടി വരും. പ്രത്യേകിച്ച് ഈ ഒരു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 6.4% സാമ്പത്തിക വളർച്ചാ നിരക്ക് കുറയുമെന്നുള്ളതാണ് സാമ്പത്തിക സർവേ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ 4 വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഇടിവ് തന്നെയാണ്, ഏറ്റവും കുറവാണ് ഇത് എന്ന് പറയേണ്ടി വരും. ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു കുറവാണെന്ന് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ 2026 നോക്കിക്കഴിഞ്ഞാൽ 6.3% മുതൽ 6.8% വരെ വളർച്ചാ നിരക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ 7% വളർച്ച എന്ന ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വികസിത ഇന്ത്യ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും 7% മുകളിലേക്കുള്ള ഒരു വളർച്ചാ നിരക്കിലേക്ക് രാജ്യം പോകുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന സാമ്പത്തിക സർവേ തന്നെ പുറത്തേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ നിർമ്മാണ മേഖലയിലുണ്ടായ സ്തംഭനവും അതോടൊപ്പം തന്നെ മറ്റ് ഈ നിക്ഷേപങ്ങളിലും ഉൽപ്പാദനത്തിലെല്ലാം തന്നെ ഉണ്ടായ വലിയ ഇടിവാണ് ഇതിന് ഈ ഒരു വളർച്ചാ നിരക്ക് കുറയാനുള്ള കാരണമെന്നും ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഈ സാമ്പത്തിക സർവേയിൽ കേരളത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ കൂടി ഉണ്ടായി എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സുസ്ഥിര വികസനം നടപ്പാക്കുന്നതിൽ കേരളം മാതൃകയായി എന്ന് സർവേയിൽ അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് കില പോലുള്ള കിലയുടെ എല്ലാം രൂപീകരണം എല്ലാം തന്നെയും കേരളത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴിയെല്ലാം തന്നെയും വലിയ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു എന്നും ഈ സാമ്പത്തിക സർവേയിൽ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി എന്തായാലും നാളെയാണ് കേന്ദ്ര ബജറ്റ്. ഈ കേന്ദ്ര ബജറ്റിൽ കേരളം പ്രതീക്ഷിക്കുന്ന നിരവധി പദ്ധതികളും എയിംസ് അടക്കമുള്ള പദ്ധതികൾ, അതുകൂടാതെ 24,000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് അടക്കമെല്ലാം തന്നെയും ഏറെ പ്രതീക്ഷയോടെ കേരളം ഉറ്റുനോക്കിയാണ്. നാളെയാണ് കേന്ദ്ര ബജറ്റ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുക. വിനീഷ, ഒട്ടേറെ പ്രതീക്ഷകൾ കേരളത്തിനുണ്ട്. ആ പ്രതീക്ഷകളെല്ലാം തന്നെ നിറവേറട്ടെ എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്, കാത്തിരിപ്പിൽ തന്നെയാണ് സംസ്ഥാനം ഇപ്പോഴുള്ളത്.